ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഇന്നലത്തെ റീഡിങ് ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് എന്ന് പറയാൻ മറക്കില്ല. ബിക്കോസ് അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആൻഡ് നെഗറ്റീവ് റീഡിംഗ് ആയിരുന്നു. അപ്പോൾ അത് എത്രത്തോളം റെസനേറ്റ് ആയി എന്ന് ഒന്ന് പറയാൻ മറക്കരുത്. അതുപോലെ ഇങ്ങനെ നെഗറ്റീവ് കാർഡ്സ് വരുമ്പോൾ ഞാനത് പറയണോ വേണ്ടേ എന്നുള്ളതും കൂടെ ഒന്ന് പറയണം. ഞാനത് പറയുന്നതാണ് എൻ്റെ നീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റീഡിങ്സ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വന്നിട്ട് നെഗറ്റീവായിട്ട് ഉള്ള പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷൻ, ഞാനത് പറയണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള കാർഡുകൾ കാണുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് കാർഡ്സ് വരുമ്പോൾ അതിനെ പോസിറ്റീവൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ. വെരി ഗുഡ്. പോസിറ്റീവായിട്ടിരിക്കുന്ന പറഞ്ഞ ദിവസമൊക്കെ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ ബാക്ക് സ്റ്റാബിങ് കിട്ടി, അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടോ, പ്രണയ നൈരാശ്യം വന്നോ, അല്ലെങ്കിൽ തകർന്ന് കിടക്കുന്ന ഒരു ആളായിരുന്നു നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്നൊരു പുതിയ ഉണർവാണ്. ഈ 10 കഴിഞ്ഞാൽ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഫേസ് കഴിഞ്ഞു, നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ഫേസ് കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ ഒരു കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ, ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ വീണ് കിടന്നിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങളിന്ന് കരകയറുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ വെരി ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളെ സംബന്ധിച്ചുള്ളതെന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. അപ്പോൾ ജോബ് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവാം, പ്രണയ നൈരാശ്യം വന്നവരുണ്ടാകാം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്ത് കിട്ടിയ ആളുകളുണ്ടാവാം. അതായത് ബാക്ക് സ്റ്റാബിങ്, മറ്റുള്ളവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ ചതിച്ചു എന്നറിയുന്നതാവാം. പിന്നെ ഫിസിക്കലി നമ്മൾ ഭയങ്കര ബ്രോക്കൺ ആവുന്നതാവാം. അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ട് വീണ് നടക്കുന്ന ആളുകളാവും. അപ്പോൾ അത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതാണ്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യം ഇല്ല. അത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഫ്രഷ് ബിഗിനിങ് ആണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നത്. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെ ഒരിക്കലും നമുക്ക് പാസ്റ്റിൽ പോയിട്ട് തിരുത്താൻ പറ്റത്തില്ല. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആദ്യപ്പെട്ടിട്ടും കാര്യമില്ല, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാം. പുതിയ ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് ഇന്നേ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത്. പണത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിനെ വെയിറ്റ് ചെയ്യുക, പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക, അതുപോലെ ഒരുപാട് കാത്തിരുന്ന പണം നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. ഇത് ഒരു കർഷകൻ അയാളുടെ എഫേർട്ട് ഇട്ടതിന് ശേഷം, അയാൾ ഒരു വിത്ത് വിതച്ച് അയാൾ അതിൻ്റെ എല്ലാ എഫേർട്ട് ഇട്ടതിന് ശേഷം ഫസ്റ്റ് പെന്നി അതിൽ നിന്ന് കിട്ടുന്ന ദിവസം അയാൾ അത്രത്തോളം ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത്രത്തോളം ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പണം വന്ന് കിട്ടുമെന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുത്ത പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം, ചിലപ്പോൾ അത് ഉടനെ ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പണമായിരിക്കും. ആ പണം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളിന്ന് പണം മാനിഫെസ്റ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇത് മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം, നിങ്ങൾ ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. ഈ ബാക്ക് സ്റ്റാബിങ് ചെയ്തവരാകാം, നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാവാം, അവരെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ആളുകളെ വിട്ട് കളഞ്ഞു, അത് പാസ്റ്റാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും ചില ദിവസങ്ങളിൽ ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക, അയാളുണ്ടായിരുന്ന സമയത്ത് എന്ത് രസമായിരുന്നു എന്ന് ആലോചിക്കുക, അവരെ ഭയങ്കരമായിട്ട് അവരെക്കുറിച്ച് ഓർക്കുക, അവരുടെ മിസ്സിങ്ങിനെസ് ഫീൽ ചെയ്യുക, അതൊക്കെയാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പണം കിട്ടാൻ സാധ്യതയുള്ള ആളുകളുണ്ട്, പണം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ചില മനുഷ്യരെ മിസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ചില മനുഷ്യരെയും ചില ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ്. അതായത് എന്നും ചെയ്യുന്ന ജോലി കൂടുതലായി ചെയ്യുക. ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുന്നുണ്ടാവുന്ന ദിവസം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി റിപ്പീറ്റഡ്ലി ചെയ്യുക. അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കുക. പണം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിൻ്റെയും ഇപ്പോൾ ട്രേഡിങ്, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാവാം, മാനിഫെസ്റ്റേഷൻസിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാവാം. അപ്പോൾ പണം
എങ്ങനെ നമ്മളിലേക്ക് കൂടുതലായി വരാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കുന്നതോ ആരിൽ നിന്നെങ്കിലും കേൾക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്നതോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഒരു സ്കില്ല് നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം റിപ്പീറ്റഡ്ലി ചെയ്തിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ഓവർ വർക്ക് ചെയ്യുക, ഒരേ ജോലി റിപ്പീറ്റഡ്ലി ചെയ്യുക, കൂടുതൽ സമയം ചെയ്യുക, അങ്ങനെ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം നേടുക, കൂടുതൽ പണം സേവ് ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്നത്തെ ദിവസം കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും, കുറച്ച് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും, കാരണം നമ്മൾ കുറച്ച് ഏൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പണം കൂടുതലായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം കാണുന്നത്. ദെൻ 6 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ പാസ്റ്റ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത വീട്ടിലേക്കോ ആ നാട്ടിലേക്കോ പോകുന്നതാവാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയോ കൊളീഗ്സിനെയോ അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും കാണുന്നതാവാം. ചിലപ്പോൾ ഈ അകന്ന് നിൽക്കുന്ന സിബ്ലിങ്സ് ഉണ്ടല്ലോ, സിബ്ലിങ്സിനെ കാണുന്നതാവാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക്, അത് ഹോമിൻ്റെ കാർഡ് കൂടെയാണ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാകാം. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതോ ആകാം. നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതോ സർപ്രൈസ് തരുന്നതോ ആകാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റോ ഒരു ഹെൽപ്പോ ഒക്കെ കിട്ടുന്നതാകാം. അങ്ങനെ ഒരു സമ്മാനത്തിൻ്റെ കാർഡാണ്. അതുപോലെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ഇപ്പം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രദർ ആൻഡ് സിസ്റ്ററിന് സിബ്ലിങ്സുമായി കൂടി ചേർന്ന ഒരു യൂണിയൻ്റെ കാർഡുണ്ട്. അതുപോലെ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയനാണ്. ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയനാകാം, അല്ലാതെ ലവ് റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ റിയൂണിയനാകാം, ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പിൻ്റെ റിയൂണിയനാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഗിഫ്റ്റ് ഓർ സർപ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്നാണ് കാണുന്നത്. ദെൻ 7 ഓഫ് വാണ്ടാണ്. ഇത് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ചില മനുഷ്യരുടെ എനർജിയാണ്. അതായത് ചിലപ്പോൾ ചുറ്റും ആളുകളുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുക, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക. അതിൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ്ങും നമ്മുടെ നെഗറ്റീവ് തോട്ട്സും കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിൽ കിട്ടിയാൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അതിനെ വലിച്ച് നീട്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് എന്ത് കഥ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കഥ ഉണ്ടാക്കിയിട്ട് ആ നെഗറ്റീവ് തോട്ടിലിരിക്കുന്ന ഒരാളാണ് ഈ 7 ഓഫ് വാണ്ട്. അപ്പം ഇന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുക, ഓവർ തിങ്ക് ചെയ്യുക, ഒരുപാട് പ്രതിബന്ധങ്ങളോട് എതിരിടേണ്ടി വരിക. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടിലിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കുമ്പോഴാണ് അത് ടാക്കിൾ ചെയ്യാൻ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരോ പ്രശ്നമായിട്ട് ഓരോ കുരുക്കെടുത്തിട്ട് അഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ, ക്ഷമ വേണമെന്നേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ സൊല്യൂഷൻ കിട്ടി നമുക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് തോട്ടിലിരിക്കേണ്ട ആവശ്യം ഇല്ല, ഒറ്റപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കുള്ള സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾക്കുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ ചുറ്റുമുണ്ട്. ബിക്കോസ് നിങ്ങൾ വളരെ സ്പിരിച്വലി ഗ്രോൺ ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ തന്നെ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സിന് സപ്പോർട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തൊരു വലിയ സാഹചര്യത്തിൽ പോയി പെട്ടാലും നിങ്ങളതിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പ്രശ്നങ്ങളോട് മല്ലിടുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ചിലരുടെ മനസ്സിന്ന് ആ മൈൻഡ് സെറ്റിലായിരിക്കും ഉള്ളത്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് പ്രയോറിറ്റീസ് കൂടുതലുണ്ടാവും. അതായത് കൂടുതൽ പൈസ നിങ്ങൾക്ക് പല രൂപത്തിലും ഭാവത്തിലും പണമൊന്നും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പം പണത്തിന് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉണ്ടാകാം. അതുപോലെ പണം വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഓഫ് പൈസ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നാണ്, ഒരു തീരുമാനമില്ലായ്മ ഫീൽ ചെയ്യുന്നതാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്, ഒരു ജഗ്ലിംഗ് ആണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ഓഫർ കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ 2 ജോബായിരിക്കാം, 2 പൈസ കൈ കിട്ടുന്നതായിരിക്കാം, അതായത് 2 ഇടത്തുനിന്ന് പൈസ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഒരു സമയത്ത് ഇങ്ങനെ ചെയ്താലോ എന്ന് തോന്നും, നെക്സ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ ചെയ്താലോ എന്ന് തോന്നും. അങ്ങനെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ആശയക്കുഴപ്പം തോന്നാൻ സാധ്യതയുണ്ട്. ദെൻ 7 ഓഫ് സോർഡ്സ് ആണ്. 7 ഓഫ് സോർഡ്സ് എന്താണ്? 7 ഓഫ് സോർഡ്സ്
ഡെത്ത് ആൻഡ് റീബർത്താണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോയതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ഒരുപാട് മാറിയ ഒരാളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കാരണം ഒരു ചതിയാണ്. നിങ്ങളെ ആരോ ചതിച്ചു. അവിടെ ഒരു ബാക്ക് സ്റ്റാബിങ്ങിൻ്റെ കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ ആരോ ചതിച്ചിട്ട് പോയിട്ടുണ്ട്. ആ ചതിച്ച ആൾ, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ട്രാൻസ്ഫോർമേഷന്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ആരാണോ കാരണം, ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് മേ ബി ഇന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആ പേടിയിലേക്ക് നിങ്ങൾ വീണ്ടും നോക്കുന്നു എന്നാണ്. ആ പേടിയിൽ നിങ്ങൾ വീണ്ടും ഇരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ കൂട്ടുകാർ വരുന്നുണ്ടായിരിക്കും, പുതിയ പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആളുകളോട് ഒരു സ്നേഹം, ബഹുമാനം, പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കും. നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളായിരുന്നിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകളുടെ സ്വഭാവം അത് നിങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആര് വന്നാലും നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ വല്ലാതെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങളെ മാറാൻ കാരണമായ ആൾ ആരാണോ ആ ആൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പാസ്റ്റിൽ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മേ ബി ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡെത്ത് കാർഡ് വരുന്നുണ്ട്. അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ഒരു മാറ്റം, നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് കളയുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചപ്പൽസ്, ഉപയോഗിക്കാതെ എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അതിനോടുള്ള അട്രാക്ഷൻ പോയിരിക്കുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നിലവിൽ ഉപയോഗമില്ല. അങ്ങനെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളായാലും ശരി, വ്യക്തികളായാലും ശരി, ഇനി അവരെക്കുറിച്ചുള്ള ഓർമ്മകളായാലും ശരി, ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. അത് ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക. അവർ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ആ ചിന്തകളും ആ ഓർമ്മകളും പൊക്കോട്ടെ. അത് നമുക്ക് ആവശ്യമില്ല. ഇൻ കേസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത് കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെ വിട്ടുകളയുന്ന ഒരു എനർജിയാണ് ഈ ഡെത്ത് കാർഡ്. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം ഒക്കെയാണ് ഡെത്ത്. പിന്നെ ഡെത്ത് കാർഡ് ആയതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വളരെ ഭാഗ്യമുള്ള ദിവസമാണ് ഇന്ന്. ലോട്ടറി, ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതൊക്കെ ലക്കാണ്. നമുക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ ഫുഡ് കിട്ടുന്നത് വലിയൊരു ലക്കാണ്. അപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് ഫുഡ് കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു ലക്കാണ്. കാരണം എല്ലായിടവും കിട്ടാനില്ല, കാരണം ഗ്യാസ് ഇല്ലെന്നും ഫുഡ് എടുക്കാൻ സമയമാവുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സമയം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ലക്കാണ്. അപ്പം നിങ്ങൾക്ക് വളരെ ലക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആക്ച്വലി നിങ്ങൾക്ക് ലക്കുള്ളൊരു ദിവസമാണ്, പ്രത്യേകിച്ചും ബിക്കോസ് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറേ കാർമിക് സിറ്റുവേഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചില കർമ്മകളൊക്കെ അവസാനിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കർമ്മകളും നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ്സ് കിട്ടും. നമുക്ക് കൃത്യമായി നമുക്കറിയാം, നമ്മൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം ഒരു അബണ്ടൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫേസ് ഓഫ് ലൈഫ് പ്രത്യേകിച്ച് മാറിപ്പോവും, നമ്മുടെ ലുക്ക് തന്നെ മാറിപ്പോവും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോവും. നമ്മളെ കാണുമ്പോൾ ആളുകൾ അയ്യോ നീ വല്ലാതെ മാറിപ്പോയല്ലോ എന്ന് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ റിവാർഡുകൾ വരാൻ, സമ്മാനങ്ങൾ വന്ന് കിട്ടാനൊക്കെ സാധ്യതയുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. ചിട്ടിയോ ലോട്ടറിയോ ഒക്കെ അടിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂണെ കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡെത്ത് കാർഡും വീൽ ഓഫ് ഫോർച്യൂണൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, ഒരു കാർമിക് വലിയ സൈക്കിൾ തന്നെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഡെത്തായി പോകുന്നതാണ് കേട്ടോ. പാസ്റ്റിലത്തെ ഒരു ചതി, നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരാൾ മേ ബി തിരിച്ചു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ ആളോട് ക്ഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ ഒരു കർമ്മ എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് വന്നിട്ട് 9 ഓഫ് സോഡാണ്. ഇത് രാത്രിയിൽ ഉറങ്ങാതിരിക്കുക, മാനസിക സംഘർഷം മൂലം ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ചിലപ്പോൾ വല്ല അസുഖവും, നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ ചുമയോ വയറുവേദനയോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം മൂലമായിരിക്കാം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കാണുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആണെങ്കിൽ, പ്രത്യേകിച്ചും ഇന്ന് വീൽ ഓഫ് ഫോർച്യൂണും 7 ഓഫ് സോഡും അതുപോലെ 10 ഓഫ് സോഡും ഒക്കെ ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങൾ രാത്രിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പഴയ ഓർമ്മകൾ അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞായിരിക്കും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുക എന്ന് മീൻസ് അങ്ങനെ പൂർണ്ണമായും നിങ്ങൾ ഒരു ഡീപ്പ് ഡൗൺ ഒരു
ഉറക്കമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഉറങ്ങാൻ കിടന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കാം, ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ടും ആകാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്ന് രാവിലെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോയി എന്ന് തോന്നുക, ആരോ നിങ്ങളെ ചതിച്ചെന്ന് തോന്നുക. അപ്പോൾ ആ ഒരു ഇൽ ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറങ്ങാത്തത് കൊണ്ട് ഉള്ള ഒരു ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മൂഡ് സ്വിങ്സ് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമല്ല എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ മനസ്സിൽ 3 ചോദ്യങ്ങൾ ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആലോചിച്ചെങ്കിൽ അതിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ നിങ്ങളുടെ ചോദ്യം, ഒരു ചോദ്യം മനസ്സിലോർക്കുക, അതിനുള്ള ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ്, നോ നീഡ് ടു വറി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. എല്ലാത്തിനും യൂണിവേഴ്സിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിക്ക് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ആലോചിക്കുക, ആ ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് എന്താണ് തരുന്നത് നോക്കാം. യെസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉള്ളൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം ആലോചിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിന് യൂണിവേഴ്സ് തരുന്ന ഉത്തരം വെയിറ്റ് എന്നാണ്. ഇപ്പോൾ കറക്റ്റ് സമയമല്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇന്നൊരു വളരെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. ചില കർമാസൊക്കെ എന്തായി പോകുന്നുണ്ട്, അതിൻ്റെ പാരിതോഷികം കിട്ടുന്നുണ്ട്, ധാരാളം പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്, സമ്മാനം സർപ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്, റീയൂണിയൻ്റെ സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്, അത് റീയൂണിയനാണ്. അതുപോലെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ദിവസമാണെന്ന്, വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, പാർട്ട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും തുടങ്ങുന്നവർക്ക് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇത് ഒരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത്, വളരെ പോസിറ്റീവാണ്. ഈ 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത് ചിലരുടെ കള്ളത്തരങ്ങൾ പൊളിയുക, പ്രണയ നൈരാശ്യം ഉണ്ടാവുക, ജോലി നഷ്ടപ്പെടുക, പിന്നീന്ന് ആളുകൾ കുത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആളുകളോട് ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ആരെയും അമിതമായിട്ട് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആരെയും എന്ന് വെച്ചാൽ ആരെയും, നമ്മളല്ലാതെ വേറെ ആരെയും നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കാൻ പോകണ്ട. അതിപ്പോൾ ആരായാലും കേട്ടോ, ആരായാലും നമ്മളല്ലാത്ത ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. നമ്മളല്ലാത്ത ആരെയും എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.